ഹായ്. ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വേണം. നീ ഇങ്ങനെ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് മാറ്റിയെന്നൊക്കെ ഈ അടുത്ത് കുറച്ചധികം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു എന്നെ ചെയ്തു, അതിനുശേഷമാണ് ഞാൻ മാറിയത്. അതായത് അഹങ്കരിച്ചും മത്സരിച്ചും തമ്മിത്തല്ലിയൊക്കെ പലരെയും പോലെ 2014 വരെ ജീവിച്ച ഞാൻ ഇതായിരുന്നു. 2014 നവംബർ 8 തീയതി ഒരു മേജർ ആക്സിഡന്റില് ആ ഗ്ലാസ്സിൽ പോയിട്ട് തലയിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയായി മാറി. പിന്നെ ഇങ്ങനെയായി. അതിനുശേഷം ഗ്രാജുവലി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇങ്ങനെയായി. അപ്പൊ ഇതിനിടയിൽ ജീവച്ഛവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വെജിറ്റബിൾ പോലെ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുമല്ലോ. അപ്പോഴാണ് പല തിരിച്ചറിവും വന്നത്. അത് പലർക്കും ആപ്ലിക്കബിൾ ആണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും കഴിവോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അഹങ്കരിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതല്ല, നമുക്കത് കുറവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അതാണ് ഞാൻ ഇപ്പൊ എന്റെ ചില ആക്ടിവിറ്റീസിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, അത്രയും കാലം ഞാൻ പുറത്ത് സന്തോഷം തെരഞ്ഞു നടക്കായിരുന്നു. നമ്മളെല്ലാരും അങ്ങനെയാണെന്നല്ലേ. പക്ഷെ വീട്ടിലേക്ക് നോക്കിയിട്ടില്ല. എന്റെ വീട്ടിൽ എനിക്ക് വേണ്ട എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു എന്ന്. എല്ലാം കളഞ്ഞു പോയ അവസരത്തിലാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എല്ലാ സൗഭാഗ്യങ്ങളും, സ്നേഹിക്കുന്നവരും സുന്ദരമായ മുഖവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവനവന് കിട്ടിയതിന് നന്ദിയോടെ സ്മരിക്കാത്തവന് അതെല്ലാം എടുത്തു മാറ്റപ്പെടും എന്നുള്ളൊരു സത്യം കൂടി ഞാൻ അന്ന് പഠിച്ചു. അടുത്തത്, സൗന്ദര്യമുള്ള മുഖം, കളറ്, പിന്നെ ഷേപ്പ്, ആരോഗ്യം, മസിൽ, പിന്നെ ധനം, ഇതിന്റെയൊക്കെ പേരിൽ അഹങ്കരിക്കുക എന്നുള്ളത് ഒറ്റ നിമിഷം കൊണ്ട് എടുത്തു മാറ്റപ്പെട്ടു. എനിക്ക് ഇതൊന്നും ഇല്ലാതായി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ കാണുന്നതല്ല ഞാൻ. പിന്നെ എന്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്ത് കാണിക്കുന്ന ഒരു മുഖം പോലും ഇല്ല. അപ്പോഴാണ് ഞാൻ എന്താണെന്നുള്ള സെർച്ചിലേക്ക് ഞാൻ പോയി തുടങ്ങിയത്. ഇപ്പോഴത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, അന്ന് വരെ ഭയങ്കര പ്രശ്നമായിട്ട് കരുതിയിരുന്ന എല്ലാം ചെറിയ പ്രശ്നങ്ങളായി മാറി. ഇത്രയും വലിയൊരു പ്രശ്നം വരുമ്പോ ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളേ ഇല്ല. നമ്മൾ ദേഷ്യം വന്നിട്ട് ആളുകളോട് ശത്രുത ഉണ്ടാക്കില്ലേ, ആരെങ്കിലുമായിട്ട് മോശമായിട്ട് സംസാരിച്ചാൽ ഒരു നിമിഷത്തിൽ അത് ഫിനിഷ് ചെയ്യുക, അവരോട് മാപ്പ് പറയുകയോ അത് സോൾവ് ചെയ്യുകയോ ചെയ്യുക. അടുത്ത നിമിഷം പോയിട്ട് അടുത്ത ശ്വാസം പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത അത്ര അശുക്കളായിട്ടുള്ള മനുഷ്യരാണ് നമ്മളെല്ലാം എന്നല്ലേ. നല്ലൊരു അടി കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ വിവരമൊക്കെ വെച്ചത്. വിവരമറിഞ്ഞു. അടി കിട്ടാതെ തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. ആൻഡ് പെയിൻ ഓർ പ്ലെഷർ, എൻജോയ് എവറി മൊമെന്റ് ഓഫ് യുവർ ലൈഫ്, ബിക്കോസ് ലൈഫ് ഇസ് ജസ്റ്റ് ദാറ്റ് മൊമെന്റ്. താങ്ക് യു സോ മച്ച്.